ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പുഡിങ്ങിൻ്റെയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡു പുഡിങ്ങാണ്. അപ്പോൾ തേങ്ങ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇളനീർ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ചൈന ഗ്രാസ് വേണം. ചൈന ഗ്രാസിന് പകരമായിട്ട് ജലറ്റിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു 10 ഗ്രാമിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് ആവശ്യമില്ല, ഒരു 8 ഗ്രാമൊക്കെ മതിയാവും. അപ്പോൾ ഈ ഒരു പാക്കിനുള്ളിൽ ഇതുപോലെയാണ് കേട്ടോ ചൈന ഗ്രാസ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് പേര് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിലേക്കുള്ള ചൈന ഗ്രാസാണ് ഇപ്പോൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറിലേക്കുള്ള ചൈന ഗ്രാസും ഒരുമിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. കാരണം ഞാൻ സെക്കൻഡ് ലെയറൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 8 ഗ്രാം ചൈന ഗ്രാസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുമിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇളനീരിൻ്റെ വെള്ളമാണ്. ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷമാണ് അതിലേക്ക് 1 കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇളനീർ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇളനീർ വെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ സമയം ചൂടാവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ഡ്രോപ്പ് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കളറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്ന് മാത്രം. എന്നിട്ട് ഇതുപോലുള്ളൊരു പരന്ന പ്ലേറ്റിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ ഒരു 4 കപ്പ് പാല് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇളനീരിൻ്റെ കയമ്പ് അതിലേക്ക് ഇളനീർ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇളനീർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് പുഡിങ് തയ്യാറാക്കുന്നത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പിന്നെ മുകളിൽ ഐക്കാർഡിലും കൊടുക്കാം. അപ്പോൾ ആ ഒരു പുഡിങ് ചൈന ഗ്രാസും ജലറ്റിനും ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സെക്കൻഡ് ലെയറിലേക്കുള്ള ചൈന ഗ്രാസ് പാലിൻ്റെ കൂടെയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ചൈന ഗ്രാസ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പാല് തിളച്ചതിന് ശേഷം ചൈന ഗ്രാസ് ഇട്ട് കൊടുത്താൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഒരുമിച്ച് മെൽറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാല് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നെ പാലിൻ്റെ കൂടെ ചൈന ഗ്രാസ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞ് പോകുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ മെൽറ്റാക്കിയിട്ട് പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് മിക്സാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നാൽ പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസും പിന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ഇളനീരിൻ്റെ ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരിൻ്റെ കഴമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു 4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ തേങ്ങാവെള്ളം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലെയറും ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂർ ആയപ്പോൾ തന്നെ നല്ല സെറ്റായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ ഇളനീർ വെള്ളം വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ലെയർ ഒരു ജെല്ലി ടൈപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താലും മതിയാവും. എന്നിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ലെയറിന് മുകളിലായിട്ട് സ്പൂണ് വെച്ചിട്ട് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക.
അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.